الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم ليحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ വിശ്വാസികളെ വിശ്വാസിനികളെ സർവലോക സൃഷ്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ആത്മവിശുദ്ധിയുടെയും പാപമോചനത്തിന്റെയും
നരക വിമുക്തിയുടെയും ദിനരാത്രങ്ങളായ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ആയുസ്സും ആരോഗ്യവും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടില്ല എങ്കിൽ അത് ഈ ദുനിയാവിലെ ഈ ലോക ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്, ദൗർഭാഗ്യമാണ് എന്നുള്ള വസ്തുത റമളാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മിമ്പറിൽ വെച്ച് 3 തവണ ആമീൻ ചൊല്ലിയ സംഭവങ്ങൾ പലതവണ കേട്ട ആളുകളാണ് നമ്മൾ. അതിൽ ഒരു വിഷയം റമളാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മൻ അദ്റക ശഹ്റ റമളാന ഫലം യുഗ്ഫർ ലഹു ഫദഖല അൻ-നാറ ഫഅബ്ഹദഹുല്ലാഹ്. തന്റെ ആയുസ്സിൽ പരിശുദ്ധ റമളാൻ കിട്ടിയിട്ടും തന്റെ പാപത്തിൽ നിന്ന് മുക്തി നേടാത്ത മുഴുവൻ ആളുകളും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകന്നു പോകട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെടാൻ നരകത്തിന്റെ ഇന്ധനമായി മാറാൻ അവസരമേകുന്ന മുഴുവൻ ആളുകളും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും ബഹുദൂരം അകന്നു പോകട്ടെ എന്ന ഇബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആമീൻ എന്ന് പറഞ്ഞു. വരാനിരിക്കുന്ന ഈ റമളാനിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകും, അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ ശാപമുണ്ടാകും, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെയും നമുക്കെതിരായുള്ള പ്രാർത്ഥന ഉണ്ട് എന്ന് സഹോദരങ്ങള് മാനസികമായി നമ്മൾ തയ്യാറെടുക്കുന്ന റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. തന്റെ ആയുസ്സിൽ ഒരു റമളാൻ കിട്ടിയിട്ടും തന്റെ പാപമുക്തി നേടാത്തവൻ മൻ അദ്റക ശഹ്റ റമളാന ഫലം യുഗ്ഫർ ലഹു ഫമതാ. ഒരു റമളാൻ കിട്ടിയിട്ടും തന്റെ പാപങ്ങളിൽ നിന്ന് മടങ്ങി തൗബ ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ ഫമതാ, എന്നാ നിങ്ങൾക്ക് കഴിയാം? നിങ്ങൾക്ക് എന്ന് കഴിയും? തെറ്റ് ചെയ്ത ആളുകൾക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ, പുണ്യങ്ങൾ വാരിക്കൂട്ടി സ്വർഗത്തിന്റെ അവകാശിയായി മാറാൻ അവസരം കിട്ടിയിട്ടും അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവരെ ഇനി എന്നാ നിങ്ങൾക്ക് ഇനി കഴിയാന്ന് ചോദിക്കണത്? സഹോദരങ്ങളെ, ഈ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. റബ്ബ് നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് ബാഹ്യമായുള്ള കാട്ടിക്കൂട്ടലോ പ്രത്യക്ഷമായിട്ടുള്ള പ്രകടനങ്ങളോ നോക്കിക്കൊണ്ടല്ല. അല്ലാഹുവിന്റെ മാനദണ്ഡം നമ്മൾ ഏതേത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്ത് എന്താണ്, നമ്മുടെ മാനസിക അവസ്ഥ എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇത് നോക്കിയിട്ടാണ് അല്ലാഹു പുണ്യങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. മനസ്സ് നോക്കിയിട്ട്. ഈ ദുനിയാവിലൊന്ന് സംവിധാനങ്ങളില്ല. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഭൂചലനവും ഒക്കെ നിർണയിക്കാനും അത് ക്ലിപ്തപ്പെടുത്താനും അളക്കാനും ഈ ദുനിയാവിൽ സാങ്കേതിക സൗകര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യം നോക്കിക്കൊണ്ട് കർമ്മങ്ങൾക്ക് മാർക്കിടാൻ ഈ ദുനിയാവിൽ ഒരു സംവിധാനമില്ല. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ സൗന്ദര്യം കണ്ട്, നമ്മുടെ ആചാരം കണ്ട്, നമ്മുടെ വേഷവിധാനങ്ങൾ കണ്ടിട്ടാണ് അല്ലാഹു നമ്മെ പരിഗണിക്കുന്നതെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു,
ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും. നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ശരീരത്തിലേക്കോ റബ്ബ് നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വ അഅമാലികും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്കുമാണ് അല്ലാഹു നോക്കുന്നത്. സഹോദരങ്ങളെ, നിയ്യത്ത് നന്നാക്കണം, ലക്ഷ്യം നന്നാക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മനസ്സ് നന്നായില്ലെങ്കിൽ ജീവിതം കട്ടപ്പുകയായി മാറും. ഒരാളും ഉണ്ടാവില്ല നമുക്ക് വേണ്ടി സഹായമേകാനും നമ്മെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നമുക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാനും ഒരാളും ഉണ്ടാവില്ല. പരലോകയാത്രയിൽ നമ്മൾ തനിച്ചാണ് എന്നുള്ള നഗ്ന സത്യം സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നന്നാക്കേണ്ടത്, ഈ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ മാലിന്യങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, കറകളിൽ നിന്ന് മുക്തമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഫിൽ ജസദി ലമുറ. മനുഷ്യ ശരീരത്തിൽ ഒരു രക്തപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സലഹൽ ജസദു കുല്ലു. ആ മാംസപിണ്ഡം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടായി. കേടുവന്നോ അലാ ഫഹിയൽ ഖൽബ്. ഹൃദയമാണ്, മനസ്സാണ്. സഹോദരങ്ങളെ, ഈ റമദാന് കൊണ്ട് നന്നാകേണ്ടത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഹൃദയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഹൃദയത്തെ മാലിന്യം മുക്തമാക്കാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു പ്രതിജ്ഞ എടുക്കേണ്ട ഒരു രംഗമാണുള്ളത്. നമ്മളെല്ലാവരും ഈ ദുനിയാവിലേക്ക് പിറന്നു വീണപ്പോൾ കാപട്യമില്ലാത്ത, തെറ്റുകൾ ചെയ്യാത്ത, അതുപോലെ തന്നെ മറ്റുള്ള അശ്ലീല ആഭാസ തോന്നിവാസമില്ലാത്ത നല്ലൊരു മനസ്സാണ് എല്ലാവർക്കും പുറത്തു വന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും ഈ ദുനിയാവിലേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധപ്രകൃതിയോട് കൂടിയാണ്. ഫഅബവാഹു യുഅബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. അവനെ മജൂസിയും അഗ്നി ആരാധകനും യഹൂദിയും ക്രിസ്ത്യാനിയും ഒക്കെ മാറ്റുന്നത് അവന്റെ മാതാപിതാക്കളാണ്. അവൻ വളരുന്ന സാഹചര്യമാണ്. സഹോദരങ്ങളെ, പിറന്നു വീണപ്പോൾ കളങ്കമില്ലാത്ത പാപരഹിതമായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ട്. ആ മനസ്സ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ആധിക്യ കാരണം ഓരോ തെറ്റ് ചെയ്യുമ്പോഴും മനസ്സിൽ കറുത്ത പുള്ളികൾ ഉണ്ടാവുന്നതാണ്. വെളുത്ത പേപ്പർ പോലെ സംശുദ്ധമായ മനസ്സ് നൽകിയ പടച്ച തമ്പുരാൻ നമ്മൾ ചെയ്യുന്ന തെറ്റിനനുസരിതമായിക്കൊണ്ട് ഓരോ കറുത്ത പുള്ളികളും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും തുരുമ്പ് പിടിക്കുമെന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലമായി നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ, നമ്മുടെയൊക്കെ മനസ്സുകളിൽ കറ പുരണ്ടിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഡ്രസ്സില്, നമ്മുടെ വെള്ളത്തുണികളില് കറ ആയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാനുള്ള ലിക്വിഡുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. നമ്മുടെ മനസ്സിന്റെ കറ, മനസ്സിലെ മാലിന്യങ്ങൾ എങ്ങനെ നമുക്ക് വൃത്തിയാക്കാനാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വസ്ത്രം നുരുന്തി പോകുന്നത് പോലെ നമ്മുടെ ഈമാനും ദുർബലമായി കൊണ്ടിരിക്കുന്ന ഇന്നൽ ഈമാന ലയഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലുഖു സൗബു. വസ്ത്രം നുരുമ്പി പോകുന്നത് പോലെ, വസ്ത്രത്തിന് ബലക്ഷയം സംഭവിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ മനസ്സിന്, ഹൃദയത്തിന്, ഈമാനിന് ബലക്ഷയവും അതുപോലെ തന്നെ തുരുമ്പും പിടിക്കുന്നു എന്ന് പ്രവാചകൻ പറയാ. കമാ യഖ്ലുഖു സൗബു. വസ്ത്രങ്ങൾ നുരുമ്പി പോകുന്നത് പോലെ
ഈമാനും നിരമ്പിപ്പോകുന്ന ആ മനസ്സിനെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈമാനിനെ സംശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് സഹാബിമാർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ പറയുന്ന ഒരു വാചകം എന്താണ്? ജദ്ദിദൂ ഈമാനകും, ജദ്ദിദൂ ഈമാനകും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങളൊന്ന് പുതുക്കണേ. എല്ലാവരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുത്തുബകളും ക്ലാസുകളും ഖുർആനും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന് ബലക്ഷയം സംഭവിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതെ, ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാതെ, ഭൗതിക ലോകത്തിൽ മാത്രം നമ്മുടെ മനസ്സിനെ തളച്ചിട്ടാൽ നമ്മുടെ ഈമാൻ ദുർബലമാകും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ലാ യസ്തഖീമുൽ ഈമാനു അബ്ദിൻ, ഒരു വിശ്വാസിയുടെ ഈമാൻ ശരിയാകൂല ഹത്താ യസ്തഖീമ ഖൽബുഹു, ഹൃദയം നന്നാകുന്നതുവരെ, ഹൃദയം ശരിപ്പെടുന്നതുവരെ, മനസ്സ് ശരിപ്പെടുന്നതുവരെ ഒരാളുടെയും ഈമാൻ അത് ശരിയാവൂല. നിസ്കാരത്തായിരുന്നു താടിയും വേഷവും തെക്കുവ പ്രത്യക്ഷമായി നമ്മൾ അടയാളപ്പെടുത്തുന്ന എല്ലാ മാനദണ്ഡമുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ് നന്നായില്ലെങ്കിൽ, നമ്മുടെ ഹൃദയം സംശുദ്ധമായിട്ടില്ലെങ്കിൽ ഈമാൻ ശരിയാകൂല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരുത്തരും മരിച്ചു പോകാൻ ഇടവരരുത്. ഈമാനോടുകൂടി ഇസ്ലാമോടുകൂടി മരിച്ചു പോകണമെന്ന് മനസ്സിന്റെ കോണിൽ ആഗ്രഹമുള്ള പ്രാർത്ഥനയുള്ള ആളുകൾ മനസ്സു നന്നാക്കാൻ ശ്രമിക്കുക. ഒരു കുത്തുബ കേട്ടാല്, ഒരു ക്ലാസ് കേട്ടാല് നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്റെ ജീവിതത്തിൽ എന്ത് ഉൾക്കൊള്ളാറുണ്ട് എന്നല്ല പലപ്പോഴും ആലോചിക്കേണ്ടത്. നമ്മളതിന് മാർക്കിടുക, അല്ലെങ്കിൽ നമ്മളതിനെ അളക്കുക, അത് അതിന് ഫലങ്ങൾക്കും വ്യാഖ്യാനിക്കുക. എന്തുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ, എന്തുണ്ടെന്ന് പകർത്താൻ എന്ന് നമ്മൾ ഉൾക്കൊള്ളാതെ പോവുക. അപ്പൊ ഈമാൻ നന്നാകണമെങ്കിൽ മനസ്സ് നന്നാകണം. മനസ്സ് നന്നാകണമെങ്കിൽ വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, നാവ് നന്നാകാതെ, എല്ലില്ലാത്ത അവയവമായ നാവ് കൊണ്ട് നമുക്ക് തോന്നുന്നത് മുഴുവൻ പറയാൻ ശ്രമിക്കുന്ന നമ്മുടെ നാവില്ലേ, ആ നാവ് നന്നാകാതെ നമ്മുടെ മനസ്സ് നന്നാവൂലെന്നാണ്. ഹജ്ജ് വഫാനി എന്ന് പ്രവാചകൻ പറഞ്ഞു. ഉള്ളു കൊള്ളയായ രണ്ട് അവയവങ്ങൾ കൊണ്ടാണ് അധികം ആളുകളും നരകം വിലക്ക് വാങ്ങുന്നത്. ഈ നാവാണ്. ഈ നാവ് കൊണ്ട് സ്വർഗവും നേടാം, ഈ നാവ് കൊണ്ട് തന്നെ നരകവും നേടാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, സംസാരം നന്നാകണം, എങ്കിലേ മനസ്സ് നന്നാകൂ. മനസ്സ് നന്നായേ ഈമാൻ നന്നാകൂ, ഈമാൻ ശരിയാകൂ എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ മഹ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അതായത് നാവ് കൊണ്ട് സത്യസന്ധമായി സംസാരിക്കുന്നവനും വിശുദ്ധമായ മനസ്സുള്ളവനുമാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. ബാങ്ക് ബാലൻസ് ഉള്ളവനെന്ന് പറഞ്ഞില്ല, വെളുത്തവനെന്ന് പറഞ്ഞില്ല, സൗന്ദര്യമുള്ളവനെന്ന് പറഞ്ഞില്ല, അധികാരമുള്ളവനും പറഞ്ഞില്ല, സ്വാധീനമുള്ളവനെന്ന് പറഞ്ഞില്ല, അണികളുള്ളവനെന്ന് പറഞ്ഞില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹൃദയവിശുദ്ധിയും നാവിൽ സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്ന ആളുകളാണ് നാം. ഇത് പറഞ്ഞപ്പോ റസൂലിനോട് ചോദിച്ചു, സദൂഖുൽ ലിസാനു നഅരിഫു, റസൂലേ നാവിന്റെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതറിയാം. ഫമൽ മഹ്മൂമുൽ ഖൽബ്, മനസ്സിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഖിയ്യു വന്നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഇല്ല വലാ ഹസദന. സംശുദ്ധമായ മനസ്സ്, തെക്കുവയുള്ള മനസ്സ്, ലാ ഇസ്മ ഫീഹി, ഒരു പാപവുമില്ല, വലാ ബഗ്യ വലാ ഇല്ല, ശത്രുതയോ പകയോ അസൂയയോ ഇല്ലാത്തൊരു മനസ്സാണ് മഹ്മൂമുൽ ഖൽബ്. നമ്മുടെ മനസ്സൊന്ന് സ്കാൻ ചെയ്താല്
അതിനുള്ള സംവിധാനമുണ്ടെങ്കിൽ ശത്രുതയും പകയും കുശുമ്പും വിദ്വേഷവും നിറഞ്ഞ പാപം കൊണ്ട് നിറഞ്ഞ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ അറിയും. സഹോദരങ്ങളെ, മഹ്മൂമുൽ കൽബുള്ള ആളുകളായി മാറണം. ഒരാളെ കുറിച്ചും നമ്മുടെ മനസ്സിൽ പകയുണ്ടാകരുത്, വെറുപ്പുണ്ടാകരുത്, വിദ്വേഷം ഉണ്ടാകരുത്. അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ. നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു ആയത്ത് നമുക്കറിയാം. റബ്ബന ഉഗ്ഫിർ ലനാ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻകടന്ന മുഴുവൻ ആളുകൾക്കും റബ്ബേ നീ പുറത്തു കൊടുക്ക്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ, ഞങ്ങളിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, ഈമാൻ കൊണ്ട് മുൻകടക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്ക് റബ്ബേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. പടച്ചോനെ, ഒരാളെ കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ പകയോ വിദ്വേഷമോ നീ ബാക്കിയാക്കല്ല റബ്ബേ. നമ്മൾ പ്രാർത്ഥിക്കണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. വിശ്വാസികളെ കുറിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരാളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വെറുപ്പോ പകയോ കുശുമ്പോ വിദ്വേഷമോ അസൂയയോ ഉണ്ടായാൽ ഈ റമളാനിലെ പുണ്യങ്ങൾ സ്വന്തമാക്കാൻ കഴിയില്ല നമുക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, പുണ്യങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള ദിനരാത്രങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളെ പെൻഡിങ് ആക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള കുശുമ്പാണ്, നമ്മുടെ മനസ്സിലുള്ള പകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വളരെ പ്രസക്താണ്. വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറയിൽ വെച്ച് റബ്ബേ നീ ഞങ്ങളെ നിന്ദിക്കല്ല റബ്ബേ. ജനകോടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിന്ദിക്കല്ല റബ്ബേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ആ മഹ്ശറയിൽ ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം. വിശുദ്ധമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള മനസ്സുമായി ആർക്കാണോ അള്ളാഹുവിന്റെ കോർട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നത് അവർക്ക് മാത്രമുള്ള വിജയമല്ല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. മക്കളോ സമ്പത്തോ സ്വാധീനമോ അധികാരങ്ങളോ ഒന്നും വിലപോല സഹോദരങ്ങളെ. നമ്മുടെ മനസ്സ്, ഈ മനസ്സ് നന്നാക്കണം. അതിനുള്ള ഒരുക്കമാണ്, അതിനുള്ള തയ്യാറെടുപ്പാണ്, അതിനുള്ള പ്രതിജ്ഞയാണ് ഈ പരിശുദ്ധ റമളാൻ നമ്മോടടുത്ത് നിൽക്കുമ്പോൾ വിശ്വാസികളായ നമുക്കുണ്ടാകേണ്ടത്. റമളാന് കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, മലിനമായ പാപം കൊണ്ട് നിറഞ്ഞ നമ്മുടെ മനസ്സിലെ സകല പാപങ്ങളും റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ഖാലിസായിട്ടുള്ള ഖൽബുൻ സലീമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയാകാൻ നമ്മൾ ശ്രമിക്കുക. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ മനസ്സിനെ, ആത്മാവിനെ ആര് സംശുദ്ധമാക്കിയോ അവൻ വിജയിച്ചു. വമൻ ഖാബ മൻ ദസ്സാഹ. ആ ആത്മാവിനെ ആര് മലിനമാക്കിയോ അവൻ പരാജയപ്പെട്ടുന്ന സഹോദരങ്ങളെ, സൂറത്തു ശംസിൽ പടച്ച തമ്പുരാൻ ഈ കാര്യം പറയുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയാ. സൂര്യനെയും അതിന്റെ വെളിച്ചത്തെയും അതുപോലെ തന്നെ പകലിനെയും അതിന്റെ വെളിച്ചത്തെയും രാത്രിയെയും അതുപോലെ തന്നെ ഭൂമിയെയും ആകാശത്തെയും ആത്മാവിനെയും ഒക്കെ മുന്നിൽ വെച്ച് 7 കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പടച്ചോ പറയാ. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ചന്ദ്രൻ സത്യമായതുപോലെ, സൂര്യൻ സത്യമായതുപോലെ, പകല് സത്യമായതുപോലെ, രാത്രി സത്യമായതുപോലെ, ആകാശം സത്യമായതുപോലെ, ഭൂമി സത്യമായതുപോലെ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ ആര് പരിശുദ്ധമാക്കിയോ അവനാണ് വിജയി. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ നമസ്കാരം കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ ആരാധന കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്
നമ്മുടെ മനസ്സിനെ വിശുദ്ധമാക്കാൻ സാധിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ആരാധനകളെല്ലാം വൃഥാവിലാവുകയാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് റമളാനിനെ സ്വീകരിക്കാൻ നാടും നഗരവും വീടും പള്ളിയും അങ്ങാടിയുമൊക്കെ തയ്യാറായി നിൽക്കുന്ന ഈ സാഹചര്യത്തില് അല്ലേ, പെയിന്റൊക്കെ അടിച്ച് മാറാലൊക്കെ തട്ടി അതുപോലെ തന്നെ ഫർണിച്ചറൊക്കെ പുറത്തേക്കിട്ട്, മുമ്പൊക്കെ ഒരു പാറവത്തിന്റെ ഇല പറഞ്ഞ ഈ ജനറേഷൻ അറിഞ്ഞോണമെന്നില്ല, അതുകൊണ്ടൊക്കെ ഉരച്ച് ചളിയൊക്കെ കളഞ്ഞ് ഒരു നനച്ചുകുളിയാണ്, നനച്ചുളി എന്ന് പറയലേ, നനച്ചുകുളി എന്ന പേരില് ഒക്കെ എല്ലാം ഒന്ന് പുറത്തേക്കിട്ട് വീടിലെ മാറാല മുഴുവൻ തട്ടി ഒന്ന് പെയിന്റൊക്കെ അടിച്ച് ഒന്ന് ഉഷാറാക്കുന്ന പതിവ് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അരിയും മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ നമ്മൾ റെഡിയാക്കി, ചെറിയ അരി വരെ റെഡിയാ, സമൂസന്റെ ഓല വരെ നമ്മൾ വാങ്ങി വെക്കുകയാണ്, തരിക്കഞ്ഞിക്കുള്ള അല്ലെ, സേമിയ മുതൽ റവ മുതൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ വാങ്ങുന്ന തിരക്കിലാണ്. അതിനപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിലെ മാറാല തട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ധാരാളം മാറാലകളുണ്ട്. അന്ധവിശ്വാസത്തിന്റെ മാറാലകൾ, അനാചാരത്തിന്റെ മാറാലകൾ, മാമൂലികളുടെ മാറാലകൾ, നാട്ടാചാരങ്ങളുടെ മാറാലകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ അഹങ്കാരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും അസൂയയുടെയും പകയുടെയും കുശുമ്പിന്റെയും ദുരഭിമാനത്തിന്റെയും മാറാല നമ്മുടെ മനസ്സിനെ മലിനപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുറ്റിച്ചൂരിട്ട് തട്ടാൻ പറ്റുമോ? കഴിയോ? ഇരുമ്പിന്റെ തിരുമ്പകറ്റാൻ അതിന് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം പ്രവാചകരെ. ആ തിരുമ്പൊക്കെ ഒന്ന് ഇളകിക്കളഞ്ഞ് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ശരിക്ക് ഒരച്ച് കളഞ്ഞ് ഒരു പ്രൈമറൊക്കെ ഒന്ന് അടിച്ചാല് ഇരുമ്പിന്റെ തിരുമ്പ് പോകും, മനസ്സിന്റെ തുരുമ്പ് എങ്ങനെ അകറ്റും? വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുകയും ചെയ്തുപോയ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ സംശുദ്ധമാക്കാൻ കഴിയണം. ഒഴിഞ്ഞിരുന്ന് തന്നെ കുറിച്ചോർത്ത്, സിട്ടാവിനെ കുറിച്ചോർത്ത്, തന്റെ പാപങ്ങളെ കുറിച്ചോർത്ത് കണ്ണീരൊലിപ്പിച്ച് രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് കണ്ണീര് കൊണ്ട് പാപങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് തൗബ കൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കണം. അതിനുള്ള ഒരുക്കമാണ്, അതിനുള്ള പ്രതിജ്ഞയാണ്. ഭൗതികമായ ഒരുക്കത്തിന് മുമ്പേ നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടി ഓർക്കേണ്ട ആയത്താണ്. സൂറത്തു അൻഫാലിലെ 25-ാമത്തെ ആയത്ത്. ആത്മാവിന്റെയും മനസ്സിന്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുക. ഒരു പനി ഉണ്ടെങ്കിൽ പോയി പാരസെറ്റാമോൾ നമ്മൾ വാങ്ങും, ഒരു ഡോക്ടറെ കാണും, ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് നടത്തും. നമ്മുടെ മനസ്സിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോവുക. കപടവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്നറിയോ? ഫീ ഖുലൂബിഹിം മറദുൻ, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ രോഗം മനസ്സിലാണെന്ന. നമ്മുടെ മനസ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ പിടിച്ചുകൊടുത്ത് നമ്മുടെ മനസ്സിനെ കിട്ടൂല, നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടൂലാന്നാ ഖുർആൻ പറയാ. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നിങ്ങളെ വിളിച്ചാൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരവേകണം.
മറുപടിയാകണം. റമളാൻ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹു നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സമയം കളയാതെ മുന്നോട്ട് വരൂ. തിന്മ ചെയ്യുന്ന ആളുകളെ തിന്മയിൽ നിന്ന് പിന്മാറൂ എന്നുള്ള മാലാഖമാരുടെ വിളിയാളിങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ ദിവസങ്ങളുള്ളൂ. അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും നിങ്ങളെ വിളിച്ചാൽ ലിയുഹ്യീക്കും പുതുജീവൻ നൽകാൻ, നവജീവൻ നൽകാൻ മറുപടി നൽകിക്കോളേ. ഖുർആനിന്റെ വിളിക്ക് ഉത്തരമേറിക്കോളൂ. പ്രവാചകന്റെ ആഹ്വാനം സ്വീകരിച്ചോളൂ. ഇല്ലെങ്കിൽ എന്താ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. അല്ലാഹുവിന്റെ വിളിക്കും പ്രവാചകന്റെ വിളിക്കും നിങ്ങൾ ഉത്തരമേകുന്നില്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ മനസ്സിന്റെയും ഇടയിൽ അല്ലാഹു ഒരു മറയിടും. ഒന്നോട് കേറൂല. ഒരു ആയത്ത് കേട്ടിട്ട്, ഒരു ഹദീസ് കേട്ടിട്ട്, ഒരു ഖുതുബ കേട്ടിട്ട്, ഒരു ഖുർആൻ ക്ലാസ് കേട്ടിട്ട് ദേ വന്നു, ദേ പോയി. നമ്മളെ മനസ്സിന് സ്വാധീനിക്കാതെ പോകുന്ന സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ സമാഗതമാകുമ്പോൾ ഞാൻ എന്തിനാണ് നോമ്പ് നോക്കുന്നത്? ഞാൻ എന്തിനാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ എന്തിനാണ് നന്മകൾ വാരിക്കൂട്ടുന്നത്? ഒരാൾക്കും വേണ്ടിയല്ല, ഒരാൾ ചെയ്തതല്ലാതെ. അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. നിങ്ങൾ ചെയ്തതല്ലാതെ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് അനുഭവിക്കാനില്ല എന്നാ. അതുകൊണ്ട് ഖബറിൽ ആശ്വാസമേകാൻ, പരലോകത്ത് വിജയികളായി മാറാൻ ഈ പരിശുദ്ധ റമളാനിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താനുള്ള ആരോഗ്യവും സന്മനസ്സും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.